ആണ്ട പോകുന്നു. സോ ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് റേഞ്ചും അറിയാം. നിങ്ങൾക്ക് അറിയാം, ഹോട്ട് വീലിനെ പറ്റി അറിയാവുന്നവർക്കറിയാം, അതിനേക്കാൾ വില കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഹലോ ഗൈസ്, വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ ഞാൻ ഓണത്തിന് കുറച്ച് ഹോട്ട് വീൽ മേടിച്ചതിൻ്റെ ഒരു വീഡിയോ ഞാൻ നേരത്തെ ഇട്ടായിരുന്നു. അപ്പോൾ അന്ന് ഞാൻ പറഞ്ഞായിരുന്നു ഒരു ഹോട്ട് വീൽസും നമ്മൾ പൊട്ടിക്കാൻ ഉദ്ദേശിക്കുന്നില്ല, ഇതുപോലെ എൻ്റെ പാക്കറ്റിൽ തന്നെയാണ് വെക്കുന്നതെന്ന്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഒരു അനിയച്ചാർ വന്നിട്ട് ഇതെല്ലാം ഞാൻ വെറുതെ ഒന്ന് ഹാങ് ചെയ്ത് എൻ്റെ സിസ്റ്റത്തിൻ്റെ മേളിൽ ഇട്ടിരിക്കുകയായിരുന്നു. പുള്ളി വന്ന് ഇതിൻ്റെ ഒരു 3 പാക്കറ്റ് ഓപ്പൺ ചെയ്തു. അപ്പോൾ പുള്ളിയെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം ഞാൻ എല്ലാ വണ്ടി കിട്ടിയാലും അത് അൺബോക്സ് ചെയ്തിട്ട് ആണ് ഞാൻ വെക്കാറുള്ളത്, ബോക്സിലൊന്നും സൂക്ഷിക്കാറില്ല. അപ്പോൾ പുള്ളി ഓർത്ത് ഇതും അതുപോലെ ആയിരിക്കുമെന്ന്. ആൻഡ് മേ ബി ഞാൻ ഹോട്ട് വീൽസ് അങ്ങനെ കളക്ട് ചെയ്യണമെന്നോ ഒന്നും വിചാരിച്ച ആൾ പോലും ഇല്ല. അപ്പോൾ അതുകൊണ്ടായിരിക്കും പുള്ളി ഇത് കണ്ടപ്പോഴേക്കും ഇതിനകത്ത് ഇരിക്കുവാണല്ലോ, പൊട്ടിച്ച് കാണാനുള്ള രീതിയിൽ പൊട്ടിച്ചതാണ്. അപ്പോൾ ഈ ഒരു 3 കാറ് പുള്ളി അൺബോക്സ് ചെയ്തു, അൺകാർഡ് ചെയ്തു. ഈ ഒരു സിവിക്ക് മാത്രം ഞാൻ സമ്മതിച്ചില്ല, കാരണം ഞാൻ അപ്പോഴേക്കും കണ്ടതുകൊണ്ട് ഇത് ഞാൻ ഓപ്പൺ ചെയ്യാൻ സമ്മതിച്ചില്ല. അപ്പോൾ ഈ 3 എണ്ണവും പൊട്ടിച്ച സ്ഥിതിക്ക് നിങ്ങളെ ഒന്ന് കാണിക്കാമെന്ന് വെച്ചു. കാരണം ഞാൻ അന്ന് ഇത് തുറന്നൊന്നും കാണിക്കാതെയാണ് ഇങ്ങനെയാണ് കാണിച്ചത്, കാരണം പൊട്ടിക്കാൻ ഉദ്ദേശമില്ലാത്തതുകൊണ്ട്. ഇപ്പോൾ ഏതായാലും ഇങ്ങനെയായി, എന്നാൽ പിന്നെ നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചു. ഇതാണ് ഷെവിയുടെ ബ്ലേസർ എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അന്നും പറഞ്ഞായിരുന്നു, എനിക്ക് എപ്പോഴും ഡീറ്റെയിലിങ്ങിന് വരുമ്പോഴത്തേനും മജോറിറ്റിയാണ് കുറച്ചുകൂടെ താല്പര്യം ഈ ഒരു പ്രൈസ് റേഞ്ചിൽ. പക്ഷേ ഇതും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഡീറ്റെയിലും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. സോ ഇതാണ് നമ്മുടെ ബ്രോൺകോഡെന്ന് ഷെവലേറ്റിൻ്റെ ബ്ലേസർ എന്ന് പറയുന്ന ഒരു വണ്ടി. അത്യാവശ്യം നല്ല രസമുണ്ട് കേട്ടോ, നല്ല വെയിറ്റൊക്കെ ഉള്ളൊരു വണ്ടിയാണ്. നെക്സ്റ്റ് വരുന്നതാണ് ഡോഡ്ജിൻ്റെ സൂപ്പർ ബി എന്ന് പറയുന്നൊരു വണ്ടിയാണിത്. ഇതും അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓപ്പൺ ചെയ്യണ്ട എന്ന് പറഞ്ഞ് വെച്ചിരുന്നതാണ്, പക്ഷേ ഇനി ഓപ്പൺ ആയ സ്ഥിതിക്കാണ് നിങ്ങളിതിപ്പോൾ ഞാൻ കാണിക്കുന്നത്. ഇതും കുഴപ്പമില്ലാത്ത ഡീറ്റെയിലും കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് സെക്കൻഡ് വണ്ടി. ആൻഡ് തേർഡ് വരുന്നത്, ഇത് ഞാൻ പറഞ്ഞായിരുന്നു ഒരു കടയിൽ MRP റേറ്റിനേക്കാൾ കൂടുതൽ റേറ്റ് ഇട്ടേക്കുന്നത് കണ്ടുകൊണ്ടാണ് ഞാൻ ഈ വണ്ടി പ്രത്യേകിച്ച് പൊട്ടിക്കാഞ്ഞത്. കാരണം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ കൊടുക്കാമെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞാൻ ഈ കാർഡൊന്നും ഓപ്പൺ ചെയ്യാതെ വെച്ചിരുന്നത്. അപ്പം 3 എണ്ണത്തിൻ്റെ കാര്യത്തിൽ തീരുമാനമായി. അപ്പോൾ ഇതാണ് സിവിക്കിൻ്റെ കസ്റ്റം എഡിഷൻ എന്ന് പറയുന്നത്. ഇതിനൊന്നും സസ്പെൻഷനൊന്നും വർക്കല്ല കേട്ടോ, നമ്മുടെ മജോറിറ്റിക്കകത്തെല്ലാം സസ്പെൻഷൻ വർക്ക്. അതുകൂടെ ഉണ്ടായിരുന്നെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയേനെ. അപ്പോൾ ഇത് 3 എണ്ണമാണ് പുള്ളി ഓപ്പൺ. ഇതിൻ്റെ 3ൻ്റെയും കാര്യത്തിൽ തീരുമാനമായി. അതുകൊണ്ട് ഇനി ഇത് കാർഡിലൊന്നും എടുത്ത് വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റാപ്ലെയറൊന്നും അടിച്ച് ഇതിൻ്റെ അകത്ത് കയറ്റി വെച്ചിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. ഇതും കൂടെ പുള്ളി പൊട്ടിക്കാനിരുന്നതാണ്, ഞാൻ കണ്ടതുകൊണ്ട് ഇത് ഓപ്പൺ ചെയ്തില്ല, അല്ലായിരുന്നെങ്കിൽ ഇതും ഓപ്പൺ ചെയ്തേനെ. സോ ഇതിങ്ങനെ തന്നെ നമ്മൾ സൂക്ഷിക്കാനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. ആൻഡ് ഇന്നലെ ഞാൻ പോയിട്ട് ടോപ്പ് ഗൺ മാവറിക്കിൻ്റെ ഒരു എഡിഷൻ വരുന്ന നമ്മുടെ ഒരു വണ്ടി മേടിച്ചായിരുന്നു, 71 പോർഷെ 911. സോ ഇത് അത്യാവശ്യം നല്ല ഡീറ്റെയിലും കാര്യങ്ങളുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് റേഞ്ചും അറിയാം, നിങ്ങൾക്ക് അറിയാം, ഹോട്ട് വീലിനെ പറ്റി അറിയാവുന്നവർക്കറിയാം, അതിനേക്കാൾ വില കൂടുതലാണ് ഈ ഒരു വണ്ടിക്ക് വരുന്നത്. ഇത് ഞാൻ മേടിച്ചത് ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്ന ഷോപ്പിൽ നിന്നാണ്. അപ്പോൾ നിങ്ങളോടൊരു കാര്യം കൂടെ പറയുന്നത്, നിങ്ങളിപ്പോൾ ഹോട്ട് വീൽസോ മജോറിറ്റിയൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ക്രൈയുടെ ആപ്പുണ്ട്, അതിൽ കയറി നോക്കി കഴിഞ്ഞാൽ അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബറാണ് എനിക്ക് സജസ്റ്റ് ചെയ്തത് കേട്ടോ. എനിക്കൊരു കമൻറ്റായിട്ട് ഇട്ട് തരുമായിരുന്നു. ഞാൻ മജോറിറ്റിയുടെ കാറുകളൊക്കെ മേടിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് ക്രൈ എന്ന് പറയുന്ന ആപ്പിൻ്റെ അകത്ത് നല്ല വിലക്കുറവുണ്ട്. അത് ശരിയാണ്, കാരണം ഞാനൊരു 5 പാക്കിൻ്റെ ഒക്കെ ഒരു പീസ് മേടിച്ചായിരുന്നു മജോറിറ്റിയുടെ. അപ്പോൾ അതിനകത്ത് ഞാൻ മേടിച്ചത് 1699 ആണ്. അതിൻ്റെ അകത്തൊരു 1399 ഒക്കെ കിടപ്പുണ്ട്, അല്ലെങ്കിൽ 352 കിടപ്പുണ്ട്. 1350 രൂപയ്ക്ക് അതിൻ്റെ അകത്ത് കിട്ടും, 1700 സാധനമൊക്കെ. സോ നിങ്ങൾ അപ്പോൾ ഇതുപോലെ മജോറിറ്റി ഹോട്ട് വീലൊക്കെ മേടിക്കുകയാണെങ്കിൽ ഹോട്ട് വീലൊക്കെ അതിൻ്റെ അകത്ത് MRP റേറ്റിൽ തന്നെ കിട്ടും. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് കയറി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഹോട്ട് വീലിന് ഇപ്പോൾ ചിലതൊക്കെ അവൈലബിൾ അല്ല, കുറച്ച് ഫാൻസി കിടപ്പുള്ള ഞാൻ നോക്കിയായിരുന്നു. അപ്പോൾ അതിൻ്റെ അകത്ത് കയറി മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താ പറയുന്നത്, കുറച്ച് MRP റേറ്റിൽ കിട്ടും. അതുപോലെ തന്നെ ഇപ്പം മജോറിറ്റിയൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് MRPയിലും താഴെ കിട്ടും, കടകളിലൊക്കെ മേടിക്കുന്നതൊക്കെ കൂടുതൽ താഴെ റേറ്റിൽ കിട്ടും. സോ നിങ്ങൾ ആ ആപ്പിലൊന്ന് കയറി നോക്കുകയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും. അപ്പം ഇതാണ് ഞാൻ ഇന്നലെ മേടിച്ച പോർഷയുടെ 911 എന്ന് പറയുന്ന വണ്ടി. അപ്പോൾ ഇത് ഞാൻ ഒരിക്കലും അൺകാർഡ് ചെയ്യില്ല, ഇതിങ്ങനെ തന്നെ വെക്കാനാണ് എൻ്റെ ഉദ്ദേശം. പക്ഷേ എനിക്ക് കൈ ഇടയ്ക്കിടയ്ക്ക് തരിക്കാറുണ്ട്, കാരണം ഞാൻ കാർ മേടിച്ച് നമ്മളത് തൊട്ടറിഞ്ഞാലേ നമുക്ക് അതിൻ്റെ ഫീല് കിട്ടത്തുള്ളൂ. പക്ഷേ എന്നാലും ഇത് ഇത്ര പ്രീമിയം സംഭവമായതുകൊണ്ട് ഞാനിത് അൺകാർഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് എൻ്റെ 5 അടിപൊളി ഹോട്ട് വീൽസ് എന്ന് പറയുന്നത്. ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഓപ്പൺ ചെയ്ത സ്ഥിതിക്ക് നിങ്ങളെ കാണിക്കാമെന്ന് വെച്ചത്. ഉരുണ്ട് എവിടെ പോകുന്നു. സോ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്. ആണ്ട പോകുന്നു.